ഗൈസ് അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് റമളാൻ 3 കേട്ടോ. ഇന്നാകെ പണിപ്പാളി ഒരു ദിവസമാണ്. റമളാനിൽ ഇങ്ങനെ ഒരു പണി ആദ്യമായിട്ടാണ് കിട്ടണം. വെള്ളമില്ല, കൊച്ചിയിൽ 2 ദിവസമായിട്ട് വെള്ളമില്ല. കയറണ വെള്ളമാണെങ്കിലോ നല്ല ഉപ്പുള്ള വെള്ളമുണ്ട് കയറണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഇന്ന് വെള്ളം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും 2 ദിവസം അത്യാവശ്യം ഉള്ള വെള്ളമൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒട്ടും വെള്ളമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം തന്നെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കട്ട്ലേറ്റൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചുകൊണ്ട് കാരണം കട്ട്ലേറ്റൊക്കെ ഒന്ന് പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫ്രൂട്ട്സും അരിഞ്ഞ് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഷാംസ്കാരൊക്കെ കഴിഞ്ഞിട്ട് നാസ്ത ആയിക്കുമല്ലോ. അപ്പോൾ അതിന് നാസ്ത ഉണ്ടാക്കാനുള്ളൊരു ഇതൊന്നുമില്ല, വെള്ളമില്ല. പിന്നെ കുടിക്കാനുള്ള കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാസ്തയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് അൽക്കൂലത്തായിട്ടുള്ളൊരു നോമ്പാണ് കേട്ടോ. നോമ്പ് 3. വെള്ളമില്ലാത്ത കൊണ്ട് ദേ അടുക്കളയൊക്കെ ആകെ പാത്രമൊക്കെ കഴുകാൻ അങ്ങനെ കിടക്കണുണ്ട്. എനിക്കാണെങ്കിൽ പ്രാന്ത് പിടിക്കണം പണികളൊന്നും മര്യാദക്ക് നടക്കാതെ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം പുറത്തു കൊണ്ടിരുന്നു. കാരണം വെച്ചാൽ പണിയൊന്നും നടക്കണില്ല. അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് നോമ്പ് തുറക്കണ സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങനെ ടേബിളിൽ വെച്ചു. ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ നോമ്പൊക്കെ തുറന്നു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മുട്ടക്കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വന്നിട്ടോ. അപ്പോൾ മുട്ടക്കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ സവാള ഒരു 2 എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ആവശ്യമായ മറ്റ് സാധനങ്ങളൊക്കെ എടുക്കണം. 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ പുതിന, മല്ലിയില, വക സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അപ്പോൾ മുട്ട പൊട്ടിച്ച് വെച്ച കറിയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ പത്തിരിക്ക് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പത്തിരി വീട്ടിലുണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നോമ്പ് തുറന്നാൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഭയങ്കര ക്ഷീണം കൊണ്ടാണ്. പക്ഷേ ഇന്ന് വെള്ളമില്ലാത്ത കൊണ്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറി വെക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ എടുത്തു വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാൻ പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ വേഗം തരം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിന മല്ലിയിലയും കൂടി എടുത്ത് കഴുകി സെറ്റാക്കി വെക്കണം. അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിവേപ്പില ഞാൻ നോക്കിയപ്പോൾ അതും ഉണ്ടായില്ല. പിന്നെ താഴെ പോയിട്ട് നേരത്ത് പൊട്ടിക്കാൻ എനിക്കൊരു മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. അപ്പോൾ നമ്മുടെ പണികളൊക്കെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ മിക്ക കുറച്ച് നേരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് കറി വെക്കാൻ കൂടുതൽ ഇഷ്ടം വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ അതിലോട്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ജീരകം പൊട്ടിച്ചിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടക്കറിക്ക്. കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പുതിന മല്ലിയിലയും. അപ്പോൾ വേപ്പില മാത്രം കുറവുണ്ട് കേട്ടോ. കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. വഴറ്റി വരുമ്പോഴാണ് ബാക്കി പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മുട്ടക്കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇടിയപ്പം, പത്തിരി, ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാൻ മറന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ. അങ്ങനെ ഞാൻ അതിലോട്ട് സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ അതിലോട്ട് പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ. നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണതാണ്. ഇതൊക്കെ ഒരു 1/2 സ്പൂൺ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റി കൊടുക്കാണ്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഉണ്ടോ നമ്മളതിൽ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴാണ് ഇനി നമ്മളിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കലങ്ങി പോകരുത്. എന്നിട്ട് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ പതുക്കെ അപ്പുറത്തെ ഭാഗം മറിച്ചിടണം. അങ്ങനെയാണ് ഈ കറി വെക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ഒട്ടും നേരം ഉണ്ടായില്ല. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല രസമാണ്. അപ്പോൾ അതിനെ മുട്ട ഇങ്ങനെ മറിച്ചിടാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ കുട്ടികൾക്ക് വേഗം തന്നെ നാസ്ത കൊടുക്കട്ടെ. അപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഫുഡൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്ക്